നമസ്കാരം. തൊഴുത്തിൽ കെട്ടിയ പട്ടിയെപ്പോലെ തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല എന്ന മട്ടിൽ ഇടത്തടിച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. സ്വന്തമായി ഒന്നും ചെയ്യില്ല, മറ്റുള്ളവരെ ചെയ്യാൻ അനുവദിക്കുകയുമില്ല എന്ന സമീപനമാണ് പിണറായി സർക്കാരിന്. വയനാട് മേപ്പാടിയിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് വീട് വെച്ചു നൽകാമെന്ന കർണാടക സർക്കാരിന്റെ വാഗ്ദാനത്തിൽ കേരള സർക്കാരിൽ നിന്ന് ഇതുവരെയും മറുപടി ലഭിച്ചില്ലെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ പരിഭവം പറഞ്ഞു. ഇക്കാര്യം വിശദീകരിച്ച് സിദ്ധാരാമയ്യ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചിരിക്കുകയാണ്. വയനാട് പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി 100 വീടുകൾ വെച്ച് നൽകാമെന്ന് കർണാടക സർക്കാർ അറിയിച്ചിരുന്നുവെന്നാണ് കത്തിൽ സിദ്ധാരാമയ്യ വ്യക്തമാക്കുന്നത്. കേരള ചീഫ് സെക്രട്ടറി തലത്തിലും വിഷയം സംസാരിച്ചിരുന്നു. വാഗ്ദാനം നടപ്പാക്കാൻ ഇപ്പോഴും തയ്യാറാണെന്നും കത്തിൽ സിദ്ധാരാമയ്യ ചൂണ്ടിക്കാട്ടി. സർക്കാരിന് നൽകിയ വാഗ്ദാനത്തിൽ നാളിതുവരെയായിട്ടും മറുപടി ലഭിക്കാത്തതിനാൽ പദ്ധതി നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും ഇപ്പോഴും വീട് നിർമ്മിക്കാനുള്ള സ്ഥലം പണം കൊടുത്തു വാങ്ങാനും നിർമ്മാണം നടത്താനും കർണാടക സർക്കാർ തയ്യാറാണെന്നും കത്തിൽ സിദ്ധാരാമയ്യ വ്യക്തമാക്കി. ഇതിനിടെ ജീവിതോപാധിയും കിടപ്പാടവും എല്ലാം നഷ്ടമായ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർ അകപ്പെട്ടിരിക്കുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാവാതെ കഷ്ടപ്പെടുകയാണ്. മറ്റ് ജീവിതമാർഗം ഇല്ലാത്ത ദുരന്ത ബാധിതർക്ക് സർക്കാരിൽ നിന്ന് പ്രതിദിനം 300 രൂപ ധനസഹായം കൂടി കൃത്യമായി ലഭിക്കാതായതോടെ അവർ ദുരിതക്കയത്തിലാണ്. നിരവധി പേർക്കാണ് ഇനിയും ദിവസം 300 രൂപ വെച്ചുള്ള സഹായം കിട്ടാനുള്ളത്. വാടകയും കൃത്യമായി ലഭിക്കുന്നില്ലെന്ന് പരാതിയുണ്ട്. ബാങ്കിൽ പോയപ്പോൾ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ദുരിതബാധിതരുടെ ചോദ്യം. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. അതിനിടെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം വിവാദ വിഷയമാക്കി സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്നും ഇതുവരെ 1 രൂപ പോലും പ്രത്യേക ധനസഹായമായി കേരളത്തിൽ നൽകിയില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വയനാട് പുനരധിവാസത്തിന് SDRF-ൽ നിന്ന് എത്ര രൂപ ചെലവഴിക്കാനാകുമെന്ന കൃത്യമായ കണക്ക് നൽകാത്തതിൽ സംസ്ഥാന സർക്കാരിനെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. SDRF-ലെ നീക്കിയിരിപ്പ്, വിനിയോഗിച്ച തുക, ആവശ്യമായ തുക എന്നിവ അറിയിക്കാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചു. കേന്ദ്രത്തോട് സഹായം തേടുമ്പോൾ കൃത്യമായ കണക്ക് വേണം. ദുരന്ത നിവാരണ അതോറിറ്റി കണക്കുകൾ ശരിയല്ല. ദുരന്തത്തിൽപ്പെട്ടവരെ അപമാനിക്കുന്ന തരത്തിൽ നിലപാട് സ്വീകരിക്കരുതെന്നും കോടതി വിമർശിച്ചു. സർക്കാരുകൾ എണ്ണത്തുണി കൊണ്ട് പരസ്പരം എറിഞ്ഞു കളിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണമെന്നും ദുരന്ത ബാധിതരുടെ കണ്ണീരൊപ്പണമെന്നുമാണ് കേരളീയ പൊതുസമൂഹത്തിന് പറയാനുള്ളത്.